ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം, ഇതുപോലെ സലഫി പണ്ഡിതരുടെ പുസ്തകം, നമ്മുടെ മുജാഹിദ് പണ്ഡിതരുടെ പുസ്തകം നമ്മുടെ സിലബസിൽ നമ്മുടെ കിതാബിൽ കുട്ടികളെ പഠിപ്പിക്കൂലല്ലോ. എന്നാൽ സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം പഠിപ്പിക്കുമെന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൽ പറയുന്നത് സലഫികൾ എഴുതിയാൽ സലഫികൾ ആശയമാണല്ലോ പറയാ. നമ്മളൊക്കെ തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കുന്നത്, സലഫികൾക്ക് അത് 8 റക്അത്താണെന്ന് അവർ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ 8 ഇല്ല എന്നാണ് പറയുന്നത്. സലഫ് തറാവീഹ് നിസ്കാരത്തിന്റെ പുതിയ നിലപാട്. പക്ഷെ അന്ന് എഴുതിയ പുസ്തകം, ആ പുസ്തകം ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം, അഹ്മദ് ഈസ ആഷൂർ എന്ന പണ്ഡിതൻ, സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം. ഈ പുസ്തകം ഇതുപോലെ സിലബസിൽ ചേർത്ത് ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉറപ്പ്, നിഷേധിക്കാൻ കഴിയില്ല. അത് പഠിച്ച ആളുകൾ ഇവരെ നേതൃസ്ഥാനത്തിന്റെ അവർ നിഷേധിക്കുകയാണെങ്കിൽ കുട്ടികൾ നിഷേധിക്കാൻ ഉത്തരവാദപ്പെട്ടവർ നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, തൊട്ടടുത്തൊരു പ്രസംഗം കേട്ടതിന് ശേഷം, അല്ല വാഫി, നിങ്ങളപ്പോൾ ശരിക്കും 20 റക്അത്തല്ല തറാവീഹ് എന്ന് വിശ്വസിക്കുന്നവരാണോ? നിങ്ങളുടെ സിലബസിൽ 8 റക്അത്ത് തറാവീഹ് ആണെന്ന് നിങ്ങൾ കരുതുന്ന ആളുകളാണെന്ന്. റമദാന്റെ മുന്നാണ്, നമ്മൾ റമദാനെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിത്ത ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മളൊക്കെ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. തറാവീഹ് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം സമ്പന്നമാക്കേണ്ട സമയമാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ, നല്ലതൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഈ സുഹൃത്ത് ചോദിച്ചു, അപ്പോൾ ഞാനവനോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പഠിച്ചത് 20 റക്അത്ത് തീർത്തും തറാവീഹ് നിസ്കരിക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് പിന്നെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? കുറെ മുമ്പ് പറഞ്ഞ് നിർത്തിയിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഫിഖ്ഹുൽ മുയസ്സർ, അൽ ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറയുന്ന ഒരു കിതാബ് നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 8 റക്അത്താണ് തറാവീഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പഴയൊരു ഫിഖ്ഹുൽ മുയസ്സറിന്റെ കോപ്പി ഉണ്ട്. ഗൾഫൊക്കെ പരിചയമുള്ള ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന് കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇത് നോക്കൂ, നിങ്ങൾ 20 റക്അ എന്നാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. ഞങ്ങളാരും സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വിട്ട് വ്യതിചലിച്ചിട്ടില്ല. പലതും കള്ളം പറയാണ്. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, എൻ്റെ മകളും വാഫിയാണ്, എൻ്റെ മകൻ വാഫിയാണ്, എൻ്റെ മകൾ വഫിയയാണ്, പക്ഷെ അവരെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റി. കുറെ മുമ്പ് തന്നെ ഞാനത് മനസ്സിലാക്കിയിരുന്നു എന്ന സൂചനയിലാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും കാപട്യമല്ലേ? കുറെ മുമ്പ് വാഫി സിലബസിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എൻ്റെ മകനെയും എൻ്റെ മകളെയും രക്ഷിക്കാൻ ശ്രമിക്കുക, എൻ്റെ കുടുംബക്കാരെ രക്ഷിക്കുക, കേരളത്തിലുള്ള വലിയ സുന്നി വിഭാഗത്തിന്റെ മക്കൾക്കൊന്നൊരു പ്രശ്നമില്ല എന്ന് വെക്കുക. അത് കാപട്യമാണ്. ഈ അടുത്ത് കേട്ട വലിയ വിരോധാഭാസമാണത്. ഞാനത് പറയാൻ കാരണം, 2 ദിവസം മുന്നേ വയനാട് ഒരു സ്ഥാപനത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ഉസ്താദും ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അവർ തമ്മിൽ ഈ അടുത്ത് കണ്ടിരുന്നു ട്രെയിനിൽ വെച്ച്. അപ്പോൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം വയനാട്ടിലെ ഉസ്താദിനോട് പറഞ്ഞു, ഇത്രേ അല്ലെങ്കിലും ഫൈസി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഒന്ന് ഒത്തുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് പറയുന്നത് മുഴുവൻ കളവാണ് എന്ന ബോധ്യത്തിൽ അത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക.